ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നോളൂ. ശരിക്കും? ശരിക്കും മാക്സിമം 2 വീക്സ്. ആക്ച്വലി അതിന് മുമ്പ് തന്നെ കിട്ടും. നേരത്തെ ആയാൽ ഞാൻ സുധീഷിനെ ഇൻഫോം ചെയ്യാം. താങ്ക് യു മാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ കല്യാണ കഥയൊക്കെ സുധീഷ് പറഞ്ഞിരുന്നു. ഇവരെന്തിനാ ഇപ്പൊ ഇത് പറയുന്നത്? അഡ്വഞ്ചറസ് ആയ വിവാഹമായിരുന്നു അല്ലേ? എനിവേ കൺഗ്രാറ്റ്സ്. താങ്ക് യു മാം. ശരി, ഞാൻ എന്നാ പോട്ടെ. കല്യാണക്കാരി എല്ലാരടുത്തും പറയണോ? അത് പറയേണ്ടി വന്നത്. എടോ, താൻ ഈ വർഷമല്ലേ പാസ് ഔട്ട് ആയത്? അപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ് പോയെന്ന് പറഞ്ഞാൽ അതിന് സ്ട്രോങ് ആയിട്ടൊരു റീസൺ വേണ്ടേ? സത്യത്തിൽ അത് പറഞ്ഞോണ്ടാ മാഡം സഹായിക്കാൻ സമ്മതിച്ചതെന്ന്. ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് അല്ലേ പ്രധാനം, അത് കിട്ടാൻ വേണ്ടി പറഞ്ഞു പോയതാ ഞാൻ. കാര്യം നടന്നില്ലേ? അതുപോലെ 2 ആഴ്ചക്കുള്ളിൽ അത് കൈ കിട്ടാൻ പോവല്ലേ? അതിന് സന്തോഷിച്ചൂടെ? സന്തോഷൊക്കെ ഉണ്ട്. ഓ ദൈവമേ, ഈ മുഖം ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് ആദ്യമായിട്ട്. എന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ടല്ലോ, നമുക്ക് പോവാം. ശരി വാ. നിധി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാൻ വേറെ സ്ത്രീകളോട് സംസാരിക്കുമ്പോ നിധിക്ക് എന്ത് തോന്നും? എന്ത് തോന്നാൻ? അല്ല, ഞാൻ ആ മാഡത്തിനോട് ചിരിച്ച് സംസാരിച്ചപ്പോ ഒരു പോസസീവ്നെസ് തോന്നാറുണ്ടോ? ഹലോ, അങ്ങനെ തോന്നാൻ ഇയാൾ എന്റെ ആരാ? നിങ്ങൾ കണ്ട പെണ്ണുങ്ങളോട് ചിരിച്ചു കഴിഞ്ഞാല് ഞാൻ എന്തിനാ പൊസസീവ് ആവണം? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും വലിയ സഹായമൊക്കെ ചെയ്തന്നില്ലേ? അതിന് ഇതൊന്നും ഒരു സാധാരണ ഫ്രണ്ട് ചെയ്തു തരുമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോ ഞാനൊരു ഫ്രണ്ടിനേക്കാളും കുറച്ച് മുകളിലല്ലേ അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇല്ലേ? തോന്നുന്നില്ലേ? എന്നിട്ട് പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോ നോക്കി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതെന്തിനാ? അല്ല, ഇതൊരു യൂണിവേഴ്സിറ്റി അല്ലേ? സംസാരിക്കുന്ന ഒരു സ്ത്രീയോടല്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് ബനിയനൊക്കെ പുറത്ത് കാണിച്ച് കോളറും വലിച്ചിട്ട് തനി ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത്? എന്ത് മോശം അത്. ആദ്യം അത് ശരിയാക്കാൻ നോക്കും. ഞാൻ വരുമ്പോഴിങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ പറയാത്തത് ഇപ്പൊ പറയുന്നത്. ഇനിയിപ്പൊ പൊസസീവ്നെസ് ഉണ്ടെന്ന് പറയാതെ പറഞ്ഞതാണോ? ഹരിചേട്ടാ, ഇന്നലെ ഒരു കിടന ബുള്ളറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? എടാ, അത് കൊടുത്തടാ. അതുപോലൊരു ബുള്ളറ്റ് വേണം ഹരിചേട്ടാ. അത് പഴയ മോഡലാടാ. നിനക്ക് വാങ്ങുമ്പോ പുതിയ മോഡൽ തന്നെ വാങ്ങും. അത്രയും കാശൊക്കെ ഉണ്ടോ കയ്യില്? നീ ചോദിച്ച പിന്നെ വാങ്ങി തരാണ്ടിരിക്കാൻ പറ്റുമോ? കോളേജിലത്തെ പഠിപ്പൊക്കെ തീരട്ടെ, ഞാൻ നിനക്ക് സൂപ്പർ വണ്ടി വാങ്ങി തരും. എന്നിട്ട് നമുക്ക് അതിലൊരു റൈഡ് പോകണം കേശേ. ഓ, ബൈസിക്കിൾ ഡയറീസ് എന്ന പേരിട്ട് ഒരു ചാനൽ തുടങ്ങി ഹിറ്റ് ആക്കണം. എടാ, ആ പേരിൽ ഇപ്പൊ തന്നെ 100 ചാനലുണ്ട്. ഇടുമ്പോ നല്ല കിടു പേരിടണം. എന്നാ പിന്നെ ലൈഫ് ഓൺ വീൽസ് നിട്ടാലോ? ഫ്രഷ് സാധനം. എടാ, നീ ആദ്യം തന്ന വണ്ടി റെഡിയാക്കും, എന്നിട്ട് സംസാരിക്കും. നികേഷേ, ജ്യൂസ്. ജ്യൂസ് കൊണ്ടുവന്ന താണോ ചന്തു? പണി ഞാൻ തീർത്തോളാം ആശാനെ. ഇതൊന്ന് കുടിച്ചോട്ടെ, ദാഹിക്കണം. കാര്യം ഹരീഷേ, ഇതിന്റെ സെൽഫ് എടുക്കണില്ലോ, നോക്കി. ഇതാരാ? ബ്രദറാണോ? യെസ്, ഏറ്റവും താഴെയുള്ള ആൾ. ഇതിന്റെ മൂത്ത ആളില്ലേ, മേസ്തിരി സുഭാഷ്. അവന്റെ കല്യാണം പിന്നെ മുടങ്ങിയത് കേട്ടു, ശരിയാണോ? അതിന് കല്യാണം ഇതുവരെ ആയിട്ടില്ലല്ലോ. ചോദ്യം കേട്ടാ നിങ്ങളെ കുടി തന്ന് ക്ഷണിച്ച പോലെ ഉണ്ടല്ലോ കല്യാണം നിന്നു എന്നൊക്കെ പറയുന്നത്. പെണ്ണിന്റെ വീട്ടിൽ പോയി തീയതിയെല്ലാം കുറിച്ചിട്ട് അതിനുശേഷം ആലോചന നിന്നുപോയെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല. എന്നാ വിട്. റെഡി ആയി. എന്തോ ഒരു 100 രൂപ വാങ്ങിയേക്കും. ഈ പണിക്കോ 100 രൂപ? സംസാരം കൂടി ചേർത്ത് 250 വാങ്ങേണ്ടതാ. ചന്തു, വാങ്ങി വെച്ചേക്ക്. നാട്ടിൽ എത്ര കാര്യങ്ങൾ നടക്കണം അതാർക്കും അറിയണ്ട. പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നടന്നാ അത് നാട്ടുകാർ മൊത്തം അറിയും. കഷ്ടം. ഹരിചേട്ടാ, ഞാൻ പോയിക്കോ. നിക്കടാ, കുറച്ച് കഴിഞ്ഞ് പോവാം. വേണ്ട, പുറത്തുനിന്ന് ഇരുന്നാലേ ഇനി ഓരോരുത്തർ കണ്ടുവരും. ഈയൊക്കെ കല്യാണം നടത്താം. ഇനി വരുന്ന ആൾക്ക് അച്ഛനെ കുറിച്ചുള്ള പരാതിയായിരിക്കും. അതിനും വേഗം വീട്ടിൽ പോയി അതിനുള്ളിരിക്കുന്നതാണ്. അത് ശരി, നിനക്കിപ്പോ തന്നെ മടുത്ത. അപ്പൊ പിന്നെ വരുന്നവരോടും പോകുന്നവരോടും മറുപടി പറയുന്ന ഹരീഷേട്ടന്റെ അവസ്ഥ. ചിലരുടെ ചോദ്യം കേട്ടാലേ ഹരീഷേട്ട അവരെ തല്ലാത്ത ഭാഗ്യം തോന്നും. എന്താ ഹരിചേട്ടാ? ഒന്നുമില്ലടാ, നീ ചെല്ല്. ചെല്ല്, ഞാൻ ഉച്ചയ്ക്ക് വരാം. നീ അവനുള്ളപ്പോഴേ വേറൊരു കാര്യങ്ങൾ സംസാരിക്കരുത്, കേട്ടോ? അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എടാ, ആളുകൾ പറയണതും കളിയാക്കണതൊന്നും അവന് താങ്ങില്ല. അതാ. ഇത്ര സന്തോഷത്തിൽ ഞാൻ ഇയാളെ കണ്ടിട്ടില്ല കേട്ടാ. ശരിയാ, ഇതുവരെ എവിടെ പോയാലും തിരിച്ചടികൾ മാത്രമല്ലായിരുന്നോ? ആധാർ കാർഡ് ഇല്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, ID പ്രൂഫ് ഇല്ല, ജോലി ഇല്ല. അങ്ങനെ എനിക്ക് തന്നെ എന്നോട് മടുപ്പ് തോന്നി തുടങ്ങി. അപ്പോഴാ ഇങ്ങനൊരു നല്ല ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് സന്തോഷിക്കാൻ അവകാശമില്ലേ? ഓ, തീർച്ചയായും. താൻ എത്ര വേണേലും സന്തോഷം. സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് മാത്രമേ ഉള്ളൂ, ട്രീറ്റ് ഒന്നുമില്ല. സംശയമുണ്ടോ? ഉറപ്പായിട്ട് തന്നിരിക്കും. ജസ്റ്റ് മിനിറ്റ്, ഇപ്പൊ താൻ കാര്യം പറയടോ. വരുന്നേ. ഹലോ, എവിടേക്ക് പോയതാ? ട്രീറ്റ് വെച്ചില്ലേ, അത് വാങ്ങാൻ പോയതാ. എന്തേത്? ട്രീറ്റ്. ഇതോ? എന്ത് കഷ്ടമാണ് കേട്ടാ. നല്ല ക്ലാസ് ആയ ട്രീറ്റ് ആണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. കളിയാക്കുവാണോ? പിന്നല്ലാതെ. എടോ, ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കസ്റ്റമറുടെ കയ്യും കാലും പിടിച്ച് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ട് പറഞ്ഞ് കൺവീൻസ് ചെയ്ത് ഓട്ടം പോവാനുള്ള കാറും എടുത്തോണ്ട് വന്ന് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വഴി ശരിയാക്കി തന്നപ്പോ 40 രൂപയുടെ ഒരു കോൺ ഐസ്ക്രീം ട്രീറ്റ് അല്ലേ? തൽക്കാലം കഴിക്കും. ഇനിയിപ്പോ വേറെ വഴിയില്ലല്ലോ. ട്രീറ്റ് എന്ന് ചോദിച്ചു, കേട്ട ഉടനെ എന്തെങ്കിലും ചെയ്യണം തോന്നി, അതാ ഇങ്ങനെ ചെയ്തേ. എനിക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസം. നോക്കിക്കോ, സർട്ടിഫിക്കറ്റ് കിട്ടി, ഒരു ജോലി നേടിക്കഴിഞ്ഞാ ആദ്യ ശമ്പളം കിട്ടുമ്പോ ഒരു വലിയ പാർട്ടിയാണ് ഞാൻ അറേഞ്ച് ചെയ്യും. യെസ്, ഇയാൾക്ക് മാത്രമല്ല, സുഭാഷ് ഏട്ടൻ, നികേഷ്, ഹരീഷ്, നിങ്ങളുടെ അച്ഛൻ, അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു വലിയ പാർട്ടി. അങ്ങനെ എല്ലാവരും കൂട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ മാത്രം കൂട്ടി പോയാൽ മതി. ഫാമിലി ആയിട്ട് പോകുന്ന നല്ലത്. ഓ, അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഫാമിലിയായി ആ ഒരു ഫീലോട് കൂടി പോവല്ലേ? അയ്യോ അല്ല, നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഞാൻ വരാന്നേ ഉദ്ദേശിച്ചുള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്ത് ഡെക്കറേഷൻ? സംസാരത്തിന്റെ ടോണിലൊക്കെ ഒരു മാറ്റം. എന്ത് മാറ്റം? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ എനിക്ക് പൊസസീവ് ആവുമെന്ന് പറയുന്നു, നമ്മുടെ ഫാമിലിനെ എടുത്തു പറയാൻ ശ്രമിക്കുന്നു. വേറെ ഉദ്ദേശമൊന്നും വേണ്ട കേട്ടോ. എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, ഞാൻ വെറുതെ കളിയാക്കാൻ പറഞ്ഞതാ. എന്നാ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു പൊസസീവ്നെസ്സും ഇല്ല.
എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടാലില്ലല്ലോ ഇയാക്കത്. അല്ല ഇതൊരു യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയോടല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് ഭംഗിനൊക്കെ പുറത്ത് കാണിച്ച് കോളറും വലിച്ചിട്ട് താൻ ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലേക്കാ വരുന്നത്, ആ. എനിക്കൊരു മര്യാദയുണ്ട്. ആ. നിങ്ങൾ ബട്ടൺസ് അഴിച്ചിട്ട് കോളറും കയറ്റി വെച്ച് ഇത് പിടിച്ച് ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ? എങ്ങനെ 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 ഒന്നുകൂടെ കാണിച്ചേ. കാണിച്ചേ. അത് കളിക്ക്. അപ്പൊ എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എന്നെക്കാളും നന്നായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ആശാനുള്ള അടുത്ത തലവേന വരുന്നുണ്ട്. ഹലോ ഹരീഷ് സാർ, സുഖല്ലേ? ഉം. എന്താ ചന്ദ്ര ബ്രോ, സെറ്റ് അല്ലേ? പിന്നെ ഞങ്ങള് പൊളിയല്ലേ? മുറുക്ക് വേണോ? ആശാൻ അല്ലെങ്കിലും മുറിവിരിക്കുക. ഇനി നീ ആയിട്ട് ഇനി മുറുക്കണ്ട. നല്ല ഗീ മുറുക്ക സമാധാനത്തോടെ കഴിച്ച് ഒരു ചായം കൂടി കുടിച്ചാ എല്ലാ ടെൻഷനും മാറിക്കിട്ടും. ഹാവ് ദിസ് മൈ പൂക്കി. പോക്ക ആരി പോക്ക്. പോക്കല്ല, പൂക്കി. ഹി ഈസ് മൈ സ്വീറ്റസ്റ്റ് പൂക്കി. ഐ എം ഹിസ് ഹിം. മക്കള് കുറച്ചു നേരം ഇത് തിന്നോണ്ടിരിക്കും, ഞാനൊരു പൂക്കിയും കുറച്ച് യാപ്പ് ചെയ്യട്ടെ. എന്തോന്ന് ചേട്ടേന്ന്? അവരെന്തെങ്കിലും ചെയ്യട്ടെ, നീ നിന്റെ കാര്യം നോക്ക്. എങ്ങനെയുണ്ട് ഇപ്പൊ വീട്? ഏടത്തി വന്നതിന് ശേഷം വലിയ മാറ്റമുണ്ടാവൂല്ലേ? നമ്മുടെ കാര്യത്തിൽ ഒരു ചാൻസ് ഉണ്ടെന്ന് ഇപ്പോഴേ എനിക്ക് വിശ്വാസം ഉണ്ടായി. ആ വീട്ടിലൊരു പെണ്ണില്ലെന്നായിരുന്നല്ലോ അച്ഛന്റെ പരാതി. ഇപ്പൊ ഇത് തീർന്നില്ലേ? ഇനി എന്റെ വീട്ടിൽ ഓക്കെ ആവും. നിന്റെ വീട്ടിൽ ഓക്കെ ആവും, ഹരീഷേട്ട ഓക്കെ ആവണ്ടേ? ഓക്കെ പറയും, അല്ലാതെ ഇങ്ങോട്ട് പോവാൻ നിങ്ങളുടെ ആശാന് നമ്മാള് ബ്രോ. എനിക്കൊക്കെ പറയാതെ വേറെ ആർക്കൊക്കെ പറയാനാ? ഇനി സുഭാഷ് ചേട്ടന്റെ കൂടെ കല്യാണം ഓക്കെ ആയാ എന്റെ വീട്ടിൽ എന്ത് തടസ്സം പറയാൻ? അല്ലേ ഹരീഷേ? എന്ത് സന്തോഷം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വിവാഹം കഴിക്കുന്നല്ലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തനിയെ പോയി താമസിക്കുന്നല്ലോ ഒന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും ഭക്ഷണം ഒരുക്കി വിളമ്പി അത് നിങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കുന്നതിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിലും ഒക്കെയാ എന്റെ സന്തോഷം. എടാ ചന്തു, നമ്മുടെ ആശാനത് എന്ത് പറ്റടാ? എന്ത് പറ്റേ? എന്തോ എവിടെ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഞാൻ ചോദിച്ചു കേട്ടോ, സുഭാഷ് ചേട്ടന്റെ കൂടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് തടസ്സമില്ലല്ലോ എന്ന്. അവിടെ രണ്ട് സ്ത്രീകൾ താമസം തുടങ്ങിയ പിന്നെ ആണുങ്ങൾ മാത്രമുള്ള വീടാണെന്ന് പരാതി പറയില്ലല്ലോ. ബെസ്റ്റ്, അത് ശരിയാ. ശരിക്കും നിനക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ പ്രശ്നമൊന്നുമില്ലേ? ചന്തു, ആശാൻ വേണം. ബ്രോ, നിങ്ങളുടെ ആശ ചോദിക്കുന്നത് കേട്ടോ, അതൊന്നുകൂടെ ചോദിച്ചേ. എടി സീരിയസ് ആയിട്ടാ ചോദിക്കണേ, എന്റെ വീട്ടിൽ വന്നിട്ട് താമസിക്കാൻ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? ഞാനും സീരിയസ് ആയിട്ടാ പറയണേ. ഡാ, ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോ എന്നെ കൂട്ടിക്കൊണ്ട് പോക്കോ, ഞാൻ റെഡിയാ. എന്നാ എന്റെ സുഭാഷേട്ടനെ കല്യാണം കഴിക്കൂ. ഹരീഷേട്ടാ നിങ്ങൾ എന്ത് ചോദ്യമായിട്ടാ ചോദിക്കുന്നത്? നിനക്ക് എന്റെ വീട്ടിൽ വന്നിട്ട് താമസിക്കാൻ വിരോധമൊന്നുമില്ലല്ലോ. സുഭാഷേട്ടനെ നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഏട്ടനെ വിവാഹം കഴിച്ചോടെ? നീ ഇത് തമാശയായിട്ട് പറയണോ? അയ്യോ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കണേ. എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാമോ? എടാ ഇത് പ്രശ്നമാവോ? എന്റെ വീടിനെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും നാട്ടിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ സുഭാഷേട്ടനെ കുറിച്ച് ഇന്ന് വരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും നല്ല ആളെ വേറെ കാണാനും കിട്ടില്ല. മതി, നിർത്ത്. നിനക്ക് വെളിവില്ലേ? നീതു മിണ്ടരുത്, ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല ഹരീഷ്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മുഖത്തൊക്കെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ സഹിക്കാം, പക്ഷെ എനിക്ക് ചെറുക്കനെ തേടി തരരുത്. ചേട്ടനെ കല്യാണം കഴിക്കണ പോലും എന്റെ മുഖത്തൊക്കെ നിനക്ക് എങ്ങനെ അത് ചോദിക്കാൻ തോന്നുന്നു? അല്ല. മതി, നിർത്തി. നിന്നോടൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. അല്ല നിന്നെ കാണുന്നതിന് വേണ്ടി നിനക്ക് എന്റെ വീട്ടുകാരൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ? എത്ര തള്ളിയിട്ടിട്ടെന്നറിയാവോ? എന്നിട്ട് ഞാൻ നിന്നെ തേടി വരുന്നുണ്ടല്ലോ, അതിനെനിക്കിത് കിട്ടണം, ഇതിനപ്പുറവും കിട്ടണം. എന്താ ആശാൻ ഇത്? എടാ, ഞാനതിന് അവളോട് ചോദിച്ച പോകൃതമായി പോയി. ഇതിന് മനസാക്ഷി വേണ്ട ഹരീഷേട്ടാ. ആ പെൺകുട്ടി പറഞ്ഞ പോലെ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ പോലെ ഇമാതിരി തെണ്ടിത്തരം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പാവം ആ പെണ്ണ്, നിങ്ങളൊക്കെ ഇഷ്ടം കൂടാനായിട്ട് ആ പെണ്ണ് എന്ത് പാപം ചെയ്തെന്തോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞെടുത്തി, നീ അല്ലേ ആള്, എനിക്ക് വിശ്വാസമൊന്നുമില്ല. സത്യമായിട്ടും ആ കുട്ടി ഇപ്പൊ നേരിട്ടാണ് ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അല്ലാതെ വലിയ ഡെവലപ്മെന്റ് ഒന്നുമില്ല. അയ്യടാ, ഡെവലപ്മെന്റ്. അയ്യോ അതെ, ആദ്യം പറഞ്ഞാലും ഇവിടെ കഴിഞ്ഞോട്ടോ. ഓ, നിങ്ങൾ കഴിച്ചോ? ഇല്ല, ചേട്ടൻ കത്തിരിക്കുന്നു. അത് ശരി. എന്തിനാണ് എന്നെ കാത്തിരിക്കുന്നത്? വിശക്കുമ്പോ എടുത്ത് കഴിച്ചോളാം ഞാൻ പറഞ്ഞിരുന്നല്ലേ. വിശക്കുമ്പോഴല്ലേ കഴിക്കാൻ പറഞ്ഞത്? ഞങ്ങൾക്ക് വിശന്നില്ല, അതാ. ആ അത് ശരി. അപ്പൊ നീ അവന്റെ കൂടെ കൂടിയോ? നിങ്ങൾ പോയി കൈ കഴുകിയോ, ഞാൻ അപ്പോഴേക്കും എല്ലായിടത്തും വെക്കാം. എന്താ? അല്ല, ശരിക്കും സുഭാഷേട്ടൻ വന്നിട്ട് കഴിക്കാൻ എഴുതി കാത്തിരുന്നാണോ അതോ ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? അയ്യോ അല്ല, നിങ്ങളിപ്പോ ഇവിടേക്ക് കയറി വരുന്ന സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ സുഭാഷേട്ടനും കൂടിയുള്ള ഭക്ഷണമായിട്ട് ഞങ്ങൾ സൈറ്റിൽ ചെന്നിരുന്ന് കഴിച്ചാന്. അല്ല നികേഷ്? അതെ അതെ, സുധീഷേട്ടൻ വരാൻ വഴിയില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ടാ എടുത്ത് വെയിറ്റ് ചെയ്തത്. വേണ്ടട്ടാ, അധികം കൂടണ്ട. എഴുതി കാലിക്ക്. നീയും സെയിം സ്കോർ. സുധീഷേട്ടാ, മെക്കാനിക്കെ സ്നേഹിച്ച പെൺകുട്ടി. എന്താ? അല്ലടാ, മുക്കുവനെ സ്നേഹിച്ച പെൺകുട്ടി എന്നല്ലേ? മുക്കുവിനെ സ്നേഹിച്ച പോകുന്നാടാ, അതൊരു പഴയ മലയാള സിനിമയാ. അതായാലും കറക്റ്റ് തന്നെ. മെക്കാനിക്കെ സ്നേഹിച്ച ഭൂതം എന്നാക്കണമെന്നുള്ളൂ. ദേ നോക്കി വരുന്നുണ്ടോ? അവൾക്ക് ഹരീഷിനോട് ഇഷ്ടമാണെന്ന് ഹരീഷിന് അറിയാത്തതാണോ? അല്ലല്ല, സുഭാഷ് ചേട്ടൻ അവിടുത്തെ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു, സമ്മതിച്ചു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹരീഷിന് നീതുന് ഇഷ്ടമാണോ?